എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അതായത് മെയ് 27 അവസാനിക്കും. അപ്പോൾ ചില സമയത്ത് മാത്രമേ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നാളെയാണ് ഈ ഒരു പിഴ കൂടാതെയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. മെയ് 28, 29 തീയതികളിൽ നിങ്ങൾക്ക് 600 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായത് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്, അതിനോടൊപ്പം 600 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സേ പരീക്ഷയ്ക്കുള്ള ഫീസ് തിയറി പേപ്പർ ആണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റും, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റുമാണ് ഇത് ഫീസ് വരിക. പ്രാക്ടിക്കൽ നിങ്ങൾ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും 175 രൂപയാണ് സേ പരീക്ഷയ്ക്കുള്ള ഫീസ്. ഇതിനോടൊപ്പം 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ 500 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരിക. ആകെ ഒരു സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. അതുപോലെ തന്നെ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് TE മാർക്ക് 36 48 കിട്ടാത്ത 6 വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ 6 വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 2025 വർഷത്തെ മാർച്ച് മാസത്തിലെ +2 കമ്പാർട്ട്മെൻ്റൽ വിഭാഗം അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻ്റൽ വിഭാഗം, അതുപോലെ തന്നെ +2 റെഗുലർ വിഭാഗം എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 2025 ഒരു പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്യാതെ, +1ലെയോ +2ലെയോ പരീക്ഷയ്ക്കൊന്നും രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 2026 മാർച്ച് മാസത്തിൽ നടക്കുന്ന +1 പബ്ലിക് എക്സാമിനേഷൻ, അതുപോലെ +2 പബ്ലിക് എക്സാമിനേഷൻ, ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ കൂടിയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരിക 2025 ഓഗസ്റ്റ് മാസത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ അതിൽ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സർക്കുലർ വരാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പ്രത്യേകം വ്യക്തമാക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇന്നലെ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാരണമായിരുന്നു അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, എനിക്ക് ഇംഗ്ലീഷിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 69 മാർക്കായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ 69 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം, അതായത് 69 മാർക്കിൽ തന്നെ 16 മാർക്ക് ഗ്രേസ് മാർക്കായിരുന്നു. അതായത് 69ൽ 16 മാർക്ക് ഗ്രേസ് മാർക്കായിരുന്നു. 16 മാർക്ക് ഗ്രേസ് മാർക്ക് ആവുന്ന സമയത്ത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം ഒരു 53 മാർക്കായിരിക്കും പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. 53 മാർക്കായിരിക്കും പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് പ്രതീക്ഷയുണ്ട്, +1 അല്ല +2വിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 60 മാർക്ക് കിട്ടുമെന്ന്, അതായത് 60 മാർക്ക് കിട്ടുമെന്ന് ആ ഒരു വിദ്യാർത്ഥിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നലെ ആ ഒരു വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരുന്നു അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ 80 മാർക്ക് സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് നിങ്ങൾക്കറിയാം. 80 മാർക്കിലാണ് സബ്ജക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന, പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന TE മാർക്ക് എന്ന് പറയുമ്പോൾ 53 മാർക്കാണ്. ഈ ഒരു GM എന്ന് പറയുമ്പോൾ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് 16 അങ്ങനെ ടോട്ടൽ 69 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാനായിട്ട് ആ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്, അത് ആ ഒരു കുട്ടിക്ക് ഈ ഒരു 60 മാർക്ക് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ മാർക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ഗ്രേസ് മാർക്കായിട്ടുള്ള 16 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ആ ഒരു 60 മാർക്കായിരിക്കും ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഗ്രേസ് മാർക്ക് മറ്റേതെങ്കിലും സബ്ജക്റ്റിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തുമില്ല. കാരണം ഓൾറെഡി ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല, ഈ 2025 +1 +2 പബ്ലിക് എക്സാമിനേഷൻ്റെ സർക്കുലറിലെ ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, സർക്കാർ തീരുമാനത്തിനും ഉത്തരവുകൾക്കനുസരിച്ചും ഗ്രേസ് മാർക്ക് നൽകുന്നതായിരിക്കും. ഓരോ വിഷയത്തിനും അനുവദിച്ചിട്ടുള്ള ഗ്രേസ് മാർക്ക് ഈ വിഷയത്തിൻ്റെ സ്കോർ പരമാവധി 90% വരെയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വിഷയത്തിനും അനുവദിക്കുന്ന ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് സ്കോർ ഷീറ്റിൽ പ്രത്യേകം കാണിക്കുന്നതാണ്. അത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിൻ്റെ മാർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് കാണാം. GM എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഗ്രേസ് മാർക്ക് എത്ര നിങ്ങൾക്ക് കിട്ടിയ ഓരോ വിഷയത്തിനും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാ സ്കോറിനോടൊപ്പം ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാ സ്കോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സ്കോറാണ് നിങ്ങളുടെ സ്കോർ എന്ന് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഉള്ളതിനേക്കാൾ കൂടിയ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 53 മാർക്കാണ്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ളത് 16 മാർക്കാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ 80-ലാണ്. അതായത് ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ 80-ൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 60 മാർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 60 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ആദ്യം കിട്ടിയ ഈ ഒരു 53-നേക്കാൾ കൂടിയ മാർക്കാണ് 60 മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 7 മാർക്ക് നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 60 മാർക്കായിരിക്കും ആ ഒരു വിദ്യാർത്ഥി, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ 60 മാർക്ക് കിട്ടിയാൽ ആ ഒരു 60 മാർക്കായിരിക്കും ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ ആ ഒരു 60 മാർക്കിൻ്റെ കൂടി ഈ ഒരു 16 മാർക്ക് ഗ്രേസ് മാർക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഈ ഒരു ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു വിദ്യാർത്ഥി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിന് കിട്ടിയിട്ടുള്ള ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതേസമയം അതിന് മാർക്ക് കൂടിയിട്ടില്ല, ആദ്യത്തെ ആ ഒരു 53-നേക്കാൾ കുറവാണ് എങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അതായത് നിങ്ങൾക്ക് മാർക്ക് അതായത് ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാം. അത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ TE മാർക്ക് നിങ്ങൾക്ക് 53 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇംഗ്ലീഷാണ് ഈ ഒരു 80-ലാണ് മാർക്ക് വരുന്നത്. അതിൽ 53 TE മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് 1-2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതായത് 1-2 മാർക്കേ കിട്ടിയുള്ളൂ. ഗ്രേസ് മാർക്ക് 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് TE മാർക്ക് അതായത് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ 60 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലമില്ല. കാരണം ഈ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 55 മാർക്കേ കിട്ടത്തുള്ളൂ. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ 60 മാർക്ക് കിട്ടുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള TE മാർക്കിനെയും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കിനെയും കൂട്ടിയിട്ട് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നതുകൊണ്ട് ഗുണമുണ്ടാവും. എന്നാൽ നിങ്ങൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് കിട്ടുന്ന മാർക്ക് ഈ ഒരു TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും കൂട്ടുമ്പോൾ ലഭിക്കുന്ന മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഈ ഒരു ആദ്യം ലഭിച്ച ആ ഒരു പരീക്ഷയിലെ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ